നമസ്കാരം. ശബരിമല പുണ്യക്ഷേത്രത്തിൽ നിന്നും എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കുറച്ച് ഗ്രാമിൻ്റെ പേര് പറഞ്ഞ് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ 2 കേസുകളെടുത്തു. ഒന്ന്, ശബരിമല ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്തുകൊണ്ടുപോയി അതിൻ്റെ സ്വർണം മോഷ്ടിച്ചതാണ്. 2, ശ്രീകോവിലിൻ്റെ മുമ്പിലെ കട്ടിളപ്പടിയിലെ സ്വർണം മോഷ്ടിച്ചതും. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഏതാണ്ട് 30 കിലോയിലധികം സ്വർണമാണ് വിജയമല്യ 98-ൽ ശബരിമല ക്ഷേത്രത്തിൽ പൊതിയാൻ കൊണ്ടുപോയത്. കേവലം ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പടിയും മാത്രമല്ല, ശ്രീകോവിലും ഭഗവാന്റെ പ്രഭാമണ്ഡലവും ഉപദേവതകളുമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരുന്നെന്നും അതൊക്കെ അവിടെ നിന്ന് പടിപടിയായി അടിച്ചു മാറ്റിയെന്നും തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശതകോടികളുടെ മോഷണം അവിടെ നടന്നുവെന്നാണ്. പ്രത്യേകിച്ച് സന്നിധാനത്തുനിന്ന് മോഷ്ടിക്കുന്നവ പുരാവസ്തു മാഫിയയുടെ കൈകളിൽ എത്തിയെങ്കിൽ അതിന് വിലമതിക്കാൻ പോലും കഴിയില്ല. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഭഗവാന്റെ പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റിയിരുന്നു. ശ്രീകോവിലിൻ്റെ മുകളിൽ സർവ്വ പൂജകളും പൂർത്തിയാക്കി പ്രതിഷ്ഠ പോലെ തന്നെ പാവനമായി സ്ഥാപിച്ച താഴികക്കുടങ്ങൾ, അവയും ഇവർ അടിച്ചുമാറ്റിയത്രേ. ശ്രീകോവിലിന് മുകളിലെ 3 താഴികക്കുടങ്ങൾ, കന്നിമൂല ഗണപതി, ഉപദേവതകളുടെ താഴികക്കുടം, നാഗരാജാവ്, ശ്രീകോവിൽ വാതിലിലെ ദ്വാരപാലക ശില്പം, ഇവയിലൊക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം അടിച്ചുമാറ്റി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. കേവലം ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടിയിലും മാത്രം കേസ് ഒതുങ്ങി നിൽക്കുകയില്ല. അതിനപ്പുറത്തേക്ക് കോടികളുടെ സ്വർണം സന്നിധാനത്തു നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെ സന്നിധാനത്ത് ഒന്നും ഒറിജിനലായി ബാക്കിയില്ല. അയ്യപ്പൻ പോലും ഒറിജിനൽ ആണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിലേക്കൊന്നും കടക്കാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് കെട്ടി തലയൂരുക എന്നതാണത്രേ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ഗൂഢാലോചനയും പൂർത്തിയായിട്ടുണ്ട്. അടിച്ചു മാറ്റപ്പെട്ട സ്വർണം റിക്കവറി ചെയ്തു എന്ന് പറഞ്ഞ് ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പോയി പുതിയ സ്വർണം റിക്കവറി ചെയ്തത് പോലും ഈ കേസ് അട്ടിമറിക്കാനാണ്. ഇപ്പോഴത്തെ ബഹളമെല്ലാം പതി അവസാനിപ്പിച്ച് മോഷ്ടാക്കളെ മുഴുവൻ രക്ഷിച്ചെടുക്കാൻ അന്വേഷണ സംഘം വളഞ്ഞ വഴിയിലൂടെ CPM-ന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത്തരം പുതിയ മോഷണ കഥകളും ഞെട്ടിക്കുന്നതാണ്. അന്വേഷണം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഒതുങ്ങി നിർത്താനായിരുന്നു ആദ്യത്തെ ആലോചന. എന്നാൽ പിന്നീട് നിവൃത്തികെട്ട് ഹൈക്കോടതി ചോദിച്ചപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ സംരക്ഷിച്ചത് പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് പറയുമോ എന്ന് ഭയന്നാണ്. കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ പത്മകുമാറിനോട് ചോദിച്ച ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രനെ ശവന്തീനി എന്ന് വിശേഷിപ്പിച്ചത് പോലും രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ്. CPM ഭയക്കുന്നത് ഈ കുടത്തിലെ ഭൂതമെല്ലാം ഒരുമിച്ച് പുറത്തു ചാടിയാൽ അയ്യപ്പ ഭക്തർ മാത്രമല്ല സകല വിശ്വാസികളും ഈ പാർട്ടി നേതാക്കളെ വെറുതെ വിടില്ലല്ലോ എന്നോർത്താണ്. അത്ര ഭയാനകമായ മോഷണം സന്നിധാനത്ത് നടന്നിരിക്കുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേർന്ന് ഭഗവാന്റെ ലഭ്യമായതെല്ലാം കൊണ്ടുപോയിരിക്കുന്നു. അതിനെ ഒരു ഇടനിലക്കാരനായി പോറ്റിയെ മുമ്പിൽ നിർത്തിയെന്ന് മാത്രം. എന്നിട്ട് അതിൽ നിന്നും തടിതപ്പാൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതും അടൂർ പ്രകാശിനോട് സംസാരിച്ചതുമൊക്കെ വാർത്തയാക്കുന്നു. ഇതേ പോറ്റി തന്നെ പിണറായിയോട് ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അത് AI ആണ് എന്ന് ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച് തടിയൂരാൻ ശ്രമിക്കുന്നു. CPM-ന് കുടപിടിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടി അന്വേഷണ സംഘത്തിലേക്ക് തിരികെ കയറ്റി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ടെങ്കിലും പാർട്ടിയെ വെളുപ്പിച്ചെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ സജി ചെറിയാനെ വെളുപ്പിച്ചെടുത്തതുപോലെ ആര്യ രാജേന്ദ്രനെയും ഭർത്താവിനെയും രക്ഷിച്ചെടുത്തതുപോലെ ശബരിമലയിലെ കൊള്ളക്കാരെയും അന്വേഷണ സംഘം വെളുപ്പിച്ചെടുക്കും എന്ന തോന്നൽ ശക്തമായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ കേസ് കേരള പോലീസിൽ നിന്ന് മാറ്റി CBI ഏറ്റെടുക്കണം എന്ന താല്പര്യം കേന്ദ്ര സർക്കാർ കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര IB-യുടെ കേരള ഘടകം ഡൽഹിയിൽ അവരുടെ മേധാവിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമല മോഷണ കേസ് CBI ഏറ്റെടുക്കണമെന്നാണ്. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ശബരിമല കേസ് CBI ഏറ്റെടുക്കണമെന്ന് IB റിപ്പോർട്ട് കൊടുത്തുവെന്നാണ്. ഇതിനോടകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല കേസിലേക്ക് കൈവച്ചിട്ടുണ്ട്. കള്ളപ്പണ ഇടപാട് ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഫയലൊക്കെ വേണം എന്നാവശ്യപ്പെട്ട് ED കോടതിയിൽ അപേക്ഷ കൊടുക്കുകയും കോടതി അനുവദിക്കുകയും ചെയ്തു.
കേസിന്റെ FIS അടക്കമുള്ള മുഴുവൻ വിശദാംശങ്ങളും ED ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. EDക്കൊപ്പം CBI കൂടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിൽ വെച്ച് മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ടപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് പരിഗണിക്കാമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അതിനിടയിലാണ് IB വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ മേധാവിക്ക് കൈമാറിയത്. കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര മാഫിയയുടെ സാന്നിധ്യവും ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന പോലീസിനോ ഇത് അന്വേഷിക്കാൻ സാധ്യമല്ലെന്നും സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിലെ പ്രതികളായതുകൊണ്ട്, പാർട്ടി നേതാക്കൾ പ്രതികളായതുകൊണ്ട് ഇത് ഒരിടത്തും എത്തില്ലെന്നും അതുകൊണ്ട് CBI അന്വേഷിക്കുന്നതാണ് ഉചിതമെന്നുമാണ് IB റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് CBIക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. സംസ്ഥാന സർക്കാർ അന്വേഷണം CBIയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസ് അത്തരമൊരു ശുപാർശ കൊടുക്കില്ല. പക്ഷേ CBIക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കാം, ഈ കേസ് അന്വേഷണം ഞങ്ങൾ നടത്താം, അത് സംസ്ഥാന പോലീസിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ കേസ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ ശക്തമാകുമ്പോൾ ഒരുപക്ഷെ അട്ടിമറി തടയാൻ ഹൈക്കോടതി ഇടപെട്ടെന്ന് വരാം. CBIക്ക് കേസിൽ താല്പര്യമുണ്ടെങ്കിൽ CBI ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ സംസ്ഥാന പോലീസിന്റെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതി അനുവദിച്ചെന്ന് വരാം. അത്തരമൊരു അനുവാദം പിണറായിയുടെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും CPM സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം പോകാൻ അനുവദിക്കില്ലെന്നും സകല ഭക്തജനങ്ങളുടെയും ശത്രുതയ്ക്ക് കാരണമാകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയും അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് CBI അന്വേഷണ സാധ്യത തെളിയുന്നത്. ഒരു സംശയവും വേണ്ട, സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും അതിശക്തമായി തന്നെ ഈ ആവശ്യത്തെ എതിർക്കും. ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമാണ് അതോ CBI കേസ് അന്വേഷിക്കണമോ എന്ന്. പ്രത്യേക അന്വേഷണ സംഘം തലവൻ വെങ്കടേഷും SP ശശിധരനുമൊക്കെ മാന്യന്മാരാണ് എന്നറിയപ്പെടുന്നെങ്കിലും സംഘത്തിലുള്ള പോലീസ് ഓഫീസർമാർ പാർട്ടിയുടെ പിണിയാളുകളായതുകൊണ്ട് എവിടെ വരെ എത്തും എന്നതിനെക്കുറിച്ച് ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഈ ആശങ്ക പരിഹരിക്കാനുള്ള ഏക വഴി CBI അന്വേഷണം തന്നെയാണ്. കേന്ദ്ര സർക്കാരിനും CBIക്കും ഇക്കാര്യത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേസന്വേഷണം CBIയിലേക്ക് പോയെന്ന് വരാം. അങ്ങനെയെങ്കിൽ പിണറായിയുടെ വരാൻ പോകുന്ന ദിനങ്ങൾ സ്വാസ്ഥ്യം കെടുത്തുന്നവയാവും എന്ന് തീർച്ച. കാരണം കേവലം ദ്വാരപാലക വിഗ്രഹമോ ശ്രീകോവിലിന്റെ കട്ടിലപ്പടിയോ മാത്രമല്ല, സന്നിധാനത്ത് അയ്യപ്പൻ്റെതായ സകല വിലപിടിപ്പുള്ള സാധനങ്ങളും ഈ കമ്മിക്കൂട്ടങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. അതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ സകല അയ്യപ്പ ഭക്തരും വിലപിച്ചു പോകും. ഈ മഹാമോഷണത്തിന്റെ വ്യാപ്തി അറിയാനുള്ള സാഹചര്യം ഏറെ വൈകാതെ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.